ഹായ്. ഇന്ന് ലഭ്യമായ വെൽനസ് സപ്ലിമെന്റ്സിൽ വളരെ പ്രചാരം നേടിയിട്ടുള്ള ഒരു വിഭാഗമാണ് സ്റ്റെം സെൽ സപ്ലിമെന്റ്സ്. ഒരു ജീവശരീരത്തിലെ വിവിധ തരം കോശങ്ങളായി മാറാൻ സ്വയം ശേഷിയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കോശങ്ങളാണ് സ്റ്റെം സെൽസ് അഥവാ മൂലകോശങ്ങൾ. നമ്മൾ സസ്യങ്ങളെ നിരീക്ഷിച്ചാൽ കാണാം, അവയുടെ ഏത് ഭാഗവും നമ്മൾ കട്ട് ചെയ്താൽ അതിന്റെ തൊട്ട് താഴെ ഒന്ന് മുകുളങ്ങൾ ഉണ്ടായി അത് വീണ്ടും വളരുന്നത് കാണാം. ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വളരെ ഞങ്ങളുടെ കുട്ടികളുടെ ഇടയിൽ കൗതുകം ഉണർത്തിയ ഒരു ചെടിയാണ് ഇലമുളച്ചി എന്ന് പറയുന്ന ഒരു ചെടി. ആ ചെടിയുടെ ഇല നമ്മൾ കുഴിച്ചിട്ടാൽ അതിന്റെ സൈഡിൽ നിന്നൊക്കെ മുകുളങ്ങൾ ഉണ്ടായി ഒരുപാട് പുതിയ സസ്യങ്ങൾ ഉണ്ടാവും. ഒരു പക്ഷേ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു പക്ഷേ ആ ചെടിയിലെ സ്റ്റെം സെല്ലുകളുടെ പ്രത്യേകത കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഇത് സസ്യങ്ങളിൽ ഈ പ്രത്യേകത വളരെ കൂടുതലാണ്, എന്നാൽ ജന്തുക്കളിൽ ഇത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും സസ്യങ്ങളുടെ അത്ര ഈ ഒരു കഴിവ് ഇല്ല എന്ന് പറയാം. നമുക്കറിയാം, നമ്മുടെ ലിവറിന് ഇങ്ങനെ ഒരു ശേഷി ഉണ്ടെന്ന് നമുക്കറിയാം. ഒരു കുറച്ചുണ്ടെങ്കിൽ പോലും, എന്തെങ്കിലും ഡാമേജ് ഒക്കെ സംഭവിച്ചു കുറച്ചുണ്ടെങ്കിൽ പോലും പിന്നീട് അതിൽ നിന്ന് വളരാനുള്ള ശേഷി ലിവറിനുണ്ട്. അതുപോലെ സ്കിന്നിന്, നഖത്തിന്, മുടിക്ക് ഒക്കെ ഈ ശേഷികളുണ്ട്. പക്ഷെ ജന്തുക്കളുടെ എല്ലാ ശരീരഭാഗങ്ങൾക്കും ഈ ഒരു ശേഷിയില്ല. നശിച്ചു പോയ കോശങ്ങൾക്ക് പകരമായിട്ട് പുതിയ കോശങ്ങൾ ഉണ്ടാവാനും ഒരു കോശത്തിൽ നിന്ന് ഒരു എൻറ്റയർ ഓർഗാനിസം, അതായത് ഒരു മുഴുവൻ ജീവശരീരത്തെയും രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഈ ഒരു കഴിവ്, ഇതിനെ ടോട്ടിപൊട്ടൻസി എന്നാണ് ഈ രംഗത്ത് വിദഗ്ധർ ഈ സവിശേഷതയെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ വായിച്ചറിഞ്ഞതാണ്. ഇത് ജന്തുക്കളുടെ സ്റ്റെം സെല്ലുകളെക്കാൾ കൂടുതലായിട്ട് ഈ ശേഷി പ്ലാന്റ് സ്റ്റെം സെൽസിനുണ്ട്. അതുകൊണ്ടാണ് ഡീജനറേറ്റീവ് ഡിസീസിന് എതിരായിട്ടുള്ള അതിന്റെ ചികിത്സകളിൽ ഈ പ്ലാന്റ് സ്റ്റെം സെൽസ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പ്രോലൈഫ് സെൽ ആക്റ്റീവ് ഒരു സ്റ്റെം സെൽ സപ്ലിമെന്റ് ആണ്. ഇതിൽ 8 തരം ഹെർബുകളുടെ സ്റ്റെം സെൽ എക്സ്ട്രാക്റ്റുകൾ അടങ്ങിയിരിക്കുന്നു. ആപ്പിൾ, ഗ്രേപ്പ്, അർഗാൻ ഫ്രൂട്ട്, ബ്ലൂബെറി, അസൈബെറി തുടങ്ങിയ പരിചിതമായിട്ടുള്ള ഹെർബുകളും ഒരു 3 തരം ചൈനീസ് ഹെർബുകളും. അവയുടെ സാധാരണ പേര് നമുക്ക് വ്യക്തമല്ല, അവയുടെ സയന്റിഫിക് നെയിം മാത്രമാണ് നമുക്ക് അറിയുന്നത്. അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് പറയാത്തത്. പക്ഷെ ഈ ഹെർബുകളെ കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചപ്പോ ഹെർബുകളുടെ ലോകത്തിൽ ഉന്നത ശ്രേണിയിൽ വിരാജിക്കുന്ന കേമന്മാരാണ് ഇവയെല്ലാം തന്നെ. നമ്മൾ പൊതുവായി പ്ലാന്റുകളുടെ എക്സ്ട്രാക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഹെൽത്തിനെ സംരക്ഷിക്കാൻ ഉതകുന്ന ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ട്. അത് റിച്ച് ഇൻ ആന്റി ഓക്സിഡൻസ്, അതുപോലെ തന്നെ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ്, അതുപോലെ തന്നെ എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്നിവ ധാരാളം ഈ പ്ലാന്റ് എക്സ്ട്രാക്റ്റുകളിലുണ്ട്. ഇത്തരം സവിശേഷതകൾക്ക് പുറമെ സ്റ്റെം സെല്ലുകളുടെ സവിശേഷതകൾ കൂടിയാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിൽ ഇവയ്ക്ക് അത്ഭുതങ്ങൾ ചെയ്യാനാവും. നമ്മളുടെ സ്റ്റെം സെൽ ആക്റ്റീവ് എന്ന സപ്ലിമെന്റ്സിൽ ഒരു തരത്തിലുള്ള ആഡഡ് ഷുഗർ ഇല്ല. അതോടൊപ്പം തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്കിതിലെ കണ്ടന്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ സ്റ്റെം സെൽ എക്സ്ട്രാക്ട് ഉപയോഗിക്കുക.